നിയമസഭയിൽ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ പരിഹാസങ്ങളും മുൻ പിണറായി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുമായി എം.എൽ.എ. ജ്യോതി കുമാർ ചമക്കാല സഭയെ പ്രകമ്പനം കൊള്ളിക്കുകയുണ്ടായി. സഭയിലെ ഒരംഗം നടത്തിയ പരാമർശത്തെ മുൻനിർത്തി മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ലക്ഷ്യമിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒളിയമ്പ്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ പത്തനാപുരത്ത് നിന്നും എലി വരുമെന്നാണ് ഒരംഗം ഇവിടെ പറഞ്ഞത്. അത് പത്തനാപുരത്തുകാരെ അപമാനിക്കുന്നതാണെന്നും പത്തനാപുരത്തെ എലിയെ ഇതിനോടകം തന്നെ എലിപ്പത്തായത്തിലാക്കി കഴിഞ്ഞെന്നുമാണ് അദ്ദേഹം സഭയിൽ പറഞ്ഞത്. ഇത് സഭയിൽ വലിയ ചിരിയുണർത്തുകയുമുണ്ടായി. മുൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും പ്രവർത്തന ശൈലിയെയും അതിശക്തമായി ട്രോളുന്ന രീതിയിലായിരുന്നു ചാമക്കാലയുടെ പ്രസംഗം. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹം സഭയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. മുൻ പിണറായി സർക്കാർ 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കിയ രീതിയെ അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. യാതൊരുവിധ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളോ കൃത്യമായ സിലബസോ ആവശ്യമായ ചർച്ചകളോ ഇല്ലാതെയാണ് ഈ പുതിയ സംവിധാനം സംസ്ഥാനത്ത് അടിച്ചേൽപ്പിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. ആവശ്യത്തിന് അധ്യാപകരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്തരം വലിയ മാറ്റങ്ങൾ സർവകലാശാലകളിൽ ആരംഭിച്ചതെന്ന് ചാമക്കാല കുറ്റപ്പെടുത്തി. മതിയായ ആസൂത്രണമില്ലാതെ ധൃതി പിടിച്ച് നടപ്പിലാക്കിയ ഈ പരിഷ്കാരം കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ വഴിമുട്ടി നിൽക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം തലതിരിഞ്ഞ നയങ്ങൾ കേരളത്തിലെ യുവതലമുറയുടെ ഭാവി തകർക്കുമെന്നും വിദ്യാഭ്യാസ നിലവാരം തകരാൻ ഇത് കാരണമാകുമെന്നും വ്യക്തമാക്കിയ ചാമക്കാല മുൻ സർക്കാരിന്റെ വീഴ്ചകളെ സഭയ്ക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നുകാട്ടുകയാണ് ചെയ്തത്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ പത്തനാപുരത്ത് നിന്ന് എലി വരുമെന്നാണ് ഒരു അംഗം ഇവിടെ പറഞ്ഞത്. സർ, അത് പത്തനാപുരത്തുകാരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. പത്തനാപുരത്തെ എലിയെ ഞങ്ങൾ ഇതിനോടകം തന്നെ എലിപ്പത്തായത്തിലാക്കി കഴിഞ്ഞു. സർ, ഇവിടെ ഈ ബഡ്ജറ്റിൽ പത്തനാപുരത്ത് എലിയായാലും കോഴിയായാലും സർ, ഈ സ്റ്റുഡൻസിന്റെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് അത് തടയുന്നതിന് നടപടിയെടുക്കുമെന്ന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സർ. ഇത്തരത്തിൽ മൈഗ്രേഷന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളുടെ വിവിധ വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഇവിടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി അതിപ്പോൾ നമ്മൾ PM ശ്രീയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ഈ PM ശ്രീയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു സർ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചർച്ചയും കൂടാതെ ഒരു ഹോംവർക്കും ഇല്ലാതെ ഈ സംസ്ഥാനത്ത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിച്ചത്. സർ, ദോശ ചുടുന്ന വേഗതയിലാണ്. ഒരു സ്കീമില്ലാതെ, ഒരു സിലബസ് ഇല്ലാതെ, ഒരു റെഗുലേഷൻ ഉണ്ടാക്കാതെ എടുകൊടുക്കെ ചോറും കറിയും എന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ ഇവിടെ ആരംഭിച്ചത്. സർ, ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോൾ 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തേക്ക് ചെല്ലുമ്പോൾ PG കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈസ് ചാൻസലർമാരില്ല. സർ, ഇപ്പോൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ 4 സർവകലാശാലകളിൽ മാത്രമാണ് വൈസ് ചാൻസലർമാരുള്ളത്. അതിലൊന്ന് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ്. ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അറിയപ്പെടുന്ന RSSകാരനാണ്. അദ്ദേഹത്തെ നിയമിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ്. മാത്രമല്ല അദ്ദേഹത്തിന് പുനർനിയമനവും കൊടുത്തു. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വൈസ് ചാൻസലർമാർക്ക് പുനർനിയമനം നൽകിയിരുന്നില്ല. എന്നാൽ കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ സർക്കാർ തീരുമാനിക്കുകയും അതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ കോടതി പറഞ്ഞത് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ നിയമിക്കാൻ കഴിയില്ല, പക്ഷേ പുനർനിയമനം നൽകുന്നതിൽ തെറ്റില്ല എന്ന് കോടതി പറഞ്ഞു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീ മോഹൻ കുന്നുമേലിനെ 2ാം തവണയും കേരളത്തിൽ വൈസ് ചാൻസലർ ആക്കിയിട്ടുള്ളത്.